അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. വകുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും ലോക ക്ഷീരദിനമാണ്. ക്ഷീരദിനത്തോടനുബന്ധിച്ച് വകുപ്പ് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആകാം. അല്ലെങ്കിൽ കുറച്ച് തൊലിയൊക്കെ ഞങ്ങളുടെ വരെ ഉരിഞ്ഞു കൂടും. നിങ്ങൾക്കത് തോന്നില്ലേ? ആ കൊച്ചു വരെ കളിയാക്കുക. രാധാമണി ചേച്ചിയുടെ കൊച്ചുമാൻ. ഏത് രാധാമണി? രാധാമണി അല്ല, ലീലാമണി. അതേ ലീല. ഇത്രയും നുണ പറയുന്നതും ഡബിൾ സ്റ്റാൻഡുകളുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് യൂണിഫ് ആയിരിക്കും. കാരണം അവിടെയുള്ള എല്ലാവരും നാക്കെടുത്ത നുണ മാത്രമേ പറയുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാറിയിട്ട് സ്വീകരിക്കുന്നു. ഡബിൾ സ്റ്റാൻഡിങ് കഴിഞ്ഞ് ട്രിപ്പിൾ സ്റ്റാൻഡിങ് കഴിഞ്ഞ് സ്റ്റാൻഡുകൾ കൊണ്ട് ഓട്ടോ സ്റ്റാൻഡ് വരെ പണിയുന്ന ഒരു പാർട്ടിയിലെ ആൾക്കാരെയും ഒരു CM-നെയും മന്ത്രിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. മതേതരം പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയുടെ മതേതരമൊക്കെ ഇപ്പം എവിടെ പോയി? കണ്ടില്ലല്ലോ പക്കയും പിടിച്ച് മറ്റേ ഇത് വിട്ട് നിന്നപ്പോൾ നിന്റെ മതേതരത്വം ഞങ്ങൾ കണ്ടില്ലല്ലോ വിളിച്ചാൽ. പോയി മനുഷ്യനെ സഹായില്ലാതെ എല്ലാവരും വെടിവെക്കോ? ഇല്ല. നീ ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി. ഇങ്ങനെ എന്തോ വിളിച്ച് പറയുന്നത്? ഈ കുഞ്ഞു പിള്ളേരോട് ഇതൊക്കെയാണ് പറയുന്നത്. ബെസ്റ്റ് അതുങ്ങൾ ചോദിക്കുമായിരിക്കും, ഇത് എന്ത് തേങ്ങയാണ് താനീ പറയണേന്ന്. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പ്രശ്നമാണ്. ദൈവമേ, ഞാൻ ആലോചിക്കും ഈ 5 വർഷം കേരളത്തിൻ്റെ ഒരു ഗതിയെ കൊള്ളാം.